സഹജമതാ
നീന്തും ഭേദമതന്റെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മശിഹ നിജമൃതിയാലിവതൻ പ്രതിയെ മെതിച്ചു നിഹനിച്ചോനെ അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനടും സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോ കുരിയേലായിസോ കുരിയേലായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോർക്കൊക്കെഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. ശുദ്ധാസ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറയ്ക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന
ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുവിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്ന് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെയും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്കോർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്നവനെ യാത്രയച്ചു. ഹബീബായി പാർക്കുമോ. പൗലോസു ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടേ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാൻ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതി വന്ന ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടി ഉയർത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആഹായ് ബാർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേറിടുവേ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹല്ലേലൂയ. ബാറക്കുമോ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ്
ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിൻ്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയായി തന്നെ അയച്ചവനും നാം എല്ലാവരുടെ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുളി ചെയ്തു: ഏതു നേരത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിയാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിപ്പീൻ. ഏത് യാമത്തിൽ കള്ളൻ വരുമെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടമസ്ഥൻ ജാഗ്രതയോടുകൂടിയിരിക്കുകയും തൻ്റെ വീട് കവർച്ച ചെയ്യുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിയുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത നേരത്താകുമെന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി ആ ദാസനെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടനായ ദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മദ്യപന്മാരോടുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നേരത്തും യജമാൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലികടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്ദാനങ്ങൾ ഭരമേറ്റവനാ ഇമൽപ്പെട്ടക്കാരനു നീ പുണ്യം നൽകണമേ. തൽസ്മൃതി ദൂതന്മാർ മധ്യേ ഘോഷിക്കണമേ. വ്യാപാരത്താലന്തുകൾ വർദ്ധിപ്പിച്ചതിനാൽ കൊണ്ടാടും അവനെ തന്മക്കൾ നാഥാ നീയും സ്വർലോകത്തിൽ പരിശുദ്ധന്മാരൊത്തവനെ തോഷിപ്പിക്കണമേ. ബർക്കുമോൻ സ്തോമൻ കാലോസ് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യം നമുക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിനെ ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞൗമോസോ ദുഹായായിലവൽമീൻ.
ആമേൻ. ബാറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ, എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ ജനത്തിൻ്റെ പാപങ്ങളും മായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ തന്നെ മരിച്ചു പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സരിവുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കുമാറാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. ഈറേന്മാർക്കും മാലാകമാർക്കും രഹസ്യവാനായ പിതാവാം ദൈവമേ, തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ പുത്രന്റെ മുൻപാകെയും തൻ്റെ ആവസിപ്പ് മൂലം ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവൻ്റെയും കുറ്റങ്ങൾ മായ്ക്കപ്പെടുവാനും വിശ്വാസികളായ സ്ഥലം മരിച്ചു പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ പരിശുദ്ധവായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീൻ. കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ
ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന നിന്റെ ദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹ ജീവനും പരിശുദ്ധിയുമുള്ളവൻ താൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായി വാങ്ങിപ്പോയ സ്ഥലം മരിച്ചുപോയവരുടെ ആത്മാക്കളിന്മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്ന് പാപിയായ തൻ്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രൈഗോൻ ഒൽമേല ഓലം ഒൽമേ ബാറക്കുമോ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലങ്ങൾക്കു മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ നിലവാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവവിശുദ്ധിയുമുള്ള ഏകഗൃഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങളേറ്റു പറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജനവുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാ എന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ ഇതു കരുണയുടെയും അലിവിൻ്റെയും
സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരരെ വാരുവിൻ ഒരു പോൽ കരുണയിരം നാഥ കൃപ ചെയ്തിടേണമേ നാഥ കൃപ ചെയ്യുക കനിവ നാഥ ഉത്തരമരുളി ദടിയാരോടു കൃപ ചെയ്യണമേ നല്ലവനേ ഞങ്ങളുടെ ബലഹീനതയോടു തരമരുളണമേ നാമെല്ലാ വരുമൊത്തോരുമേ ചട്ടഹസി ചുരചെയ്യണം ബാർക്കുമോർ സ്തോമൻ കാലോസ് കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വപുല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം ശ്ലോമോയം ശൈനോയം നമ്മെ ബാർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വപുല സുബാൻ ലവൽമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണവേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മീൻ. ബാറക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പന്മാരെ പോലെ തൃത്വമായി നിനക്ക് സ്തുതിപാടി കീർത്തിക്കുന്നു. മസക്കിൻ കോയൻ വമറീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ തൻ്റെ പരിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേദൽ വോലം അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് പാറേ തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചൊരിയപ്പെടുകയും
പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത്. വൽഹായേദൽ വോലം വൽമീ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോ ദോസേനോ നിൻ ഹൃദയോർത്തങ്ങൾ നിന്നുത്ഥാനമതേ ചോദി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയെല്ലാം തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും ഈ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോർ നിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പുരുനിയാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പ്രിയലായിസോൻ, പ്രിയലായിസോൻ, പ്രിയലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകണമേ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഈ കുർബാനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇന്നും ഈ ആഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി
ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേശന്മാരായ അബൂന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും അബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും അബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ പരിശുദ്ധാപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായ്കൾ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കുന്നുണ്ട് ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽ മീൻ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ട നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്ന്, ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും, പീഡിതരുടെ ക്ലേശത്തിൽ നിന്നും, മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായി മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കുന്നില്ല ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽ മീൻ. ബാറക്കുമോർ, 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആന്തരിക സയോന്റെ ഗോപുരങ്ങളെ ചുറ്റി നടന്നെണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തി തിരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽ മീൻ. ആമേൻ. ബാറക്കുമോർ, ഭൂമിയിലെ സർവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കരിസ്തന്മാരെയും സഹോദയന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മബ്ദാനായെയും ശമാശന്മാരിൽ പ്രധാനിയും സഹോദയന്മാരിൽ മമ്മനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ മരിച്ചുപോയവരെയും കൃപയോടെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നില്ല ഏകജാതൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബ്കുല സുബാൻ ലവൽ മീൻ. ബാറക്കുമോർ, ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാർ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിത്യപ്രാവശ്യം ശ്രമിക്കുന്നവരെയും
നിഖ്യാലും കുസ്തന്തനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതു സുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തീമോത്തിയോസും ബീലക്സീനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധസഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികർക്കേസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് ഊർദാനായും മാർ അബ്രഹീമും മാർ യാക്കോബും മാർ ഇസ്ഹാഖും മാർ ബാലായും ദുഃഖിതന്മാരുടെ തലവനായ മാർ വർഷവുമായ മാർ ശമോൻ ദസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ നിവേഴിക്കരുത് ദൂരത്താക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരൂപികളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സുഖരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായേശോൻ എന്ന് അട്ടഹസിച്ചു പറയണം. കുറിയേലായേശോൻ, കുറിയേലായേശോൻ, കുറിയേലായേശോൻ. കർത്താവേ, നീ മൂലവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മേത്തൂലോസേ ഓഫിലാൻ വലകൂൻ. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിലെ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനിയും അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഇതിനാലും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ
നാം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സ്ഥല തലമുറകളിലെയും ലോകാലോകങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഖവോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പിസ്കോപ്പമാരാകും ആചാര്യാധീശന്മാരെ നാഥൻ നിർമ്മലസഭതന്നിൽ ഈടയന്മാരായി നിയമിച്ചു. കർത്തൃജനങ്ങൾക്കേകാലും ജാഗ്രതയോടെ ഭരിപ്പാനും കർത്തവ്യം പാലിപ്പാനും വ്യാപാര താലേറ്റാനും ആത്മാവിൻ താലന്തുകളെ ഏൽപ്പിച്ചാൻ അവരെ നാഥൻ ഉത്സാഹത്താൽ സൗഭാഗ്യം സംപ്രാപിക്കുന്നോ ധന്യൻ. കർത്താവിൻ സന്തോഷത്തിൽ വാനിൽ പന്തിരിക്കുമവൻ ആബൂന്മാർ ജീവന്നാസിയോ നേടട്ടെ നിത്യസ്മരണം. കർത്താവിൻ സന്തോഷത്തിൽ വാനിൽ പന്തിരിക്കുമവൻ ആബൂന്മോർ ഗ്രിഗോറിയോസ് നേടട്ടെ നിത്യസ്മരണം. പാപികളാം ഞങ്ങൾക്കെന്നും മോചനവും വാഴ്വും നൽകും സർവേശ എന്നേക്കും സ്തുതിയങ്ങേക്കുണ്ടാകട്ടെ. നിന്നെ വിളിക്കുന്നേ നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നുദവിക്കായി ബലഹീന ബാരക്കുമോർ കുറിയലായിസോ. നല്ലവനെ കാരുണ്യത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ നൽകണമേ യാചിപ്പുകൾ
പാർക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനായി ഞങ്ങളുടെ വാകളും അതരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മാ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദർശനം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തകവേ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആചന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടും സാരാംശത്ത് സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാത്ത പരിശുദ്ധനില്ല. ആമേൻ. പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധരുമായിരിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചു വന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാൻ സ്ഥലത്തെയും പരിപൂർണമാക്കി തേക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുമായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാരെ പഠിപ്പിച്ച താതൻ നാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം
ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും ഒറിയോറാഹെ മേലൈനു ആധാരേ. നിന്നാസ്തുതിയൊടു രാജമകൾ ലുയ്യാ നിൻവലമായി രാജഭാമിനിയോ മിന്നഴകര ജന്മോഹിപ്പാൻ ഹാലേലൂയാ ഹാലേലൂയാ. നിൻ ജനമോർക്ക പിതൃഗൃഹവും പാർക്കുമോ ശുഭകോലാബോലപുറോവലറുഹോ കാദീശോ മനോലം വാദാമൽവോലം വൽമീനാമി. ഭക്തർ പുകഴ്ചാഭാജനമേ േകസുതൻ തൃക്കരഞ്ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ് കുറിയേലായിസോ. മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാർക്കുമോ ശുഭകോലാബോലപുറോവലറുഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മൊറിയോറാഹെ മേലൈനു ആധാരേ. മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയാം. വളരും അവൻ ലബിനോൻ കാരകിൽ പോൽ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കുമവർക്കു ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ ശുഭകോലാബോലപുറോവലറുഹോ കാദീശോ മനോലം വാദാമുൽവോലം വൽമീനാമി. ഒരു പോലിങ്ങും മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സൗമൻ കാലോസ് കുറിയേലായിസോ. പ്രാർത്ഥനയേൻ സമയമീതല്ലോ മാർഗ്രിഗോറിയോ പതിവിൻപടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പവിടും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂസേ പോത്ര കൈവാത്തേണം ബാർക്കുമോ ശുഭകോലാബോലപുറോവൽറുഹോ കാദീശോ നിന്നെ വരിച്ചൊരു താതനും മോർദിവന്നാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുത
സ്തോത്രം. നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹവന്യേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ വടികളെയും വായിച്ചിടാൻ. ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദരായ സഹോദര മെത്രാപ്പോലിത്തന്മാരെ, ബഹുമാനപ്പെട്ട TJ ജോഷു അച്ഛൻ, വൈദിക സെമിനാരി പ്രിൻസിപ്പലായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് ഗുരുനച്ചൻ, ബഹുമാന്യരായ റമ്പാച്ചന്മാരെ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഷമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, മലങ്കര സഭയുടെ ശില്പികളിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച രണ്ട് പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ സംയുക്തമായി നാം ഇന്നലെയും ഇന്നുമായി ഇവിടെ ആഘോഷിക്കുകയാണ്. രണ്ട് പിതാക്കന്മാരും രണ്ട് കാലഘട്ടത്തിലെ വളരെ അധികം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ളവരും മലങ്കര സഭയുടെ ശില്പികൾ എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിൽ അധ്വാനിച്ചിട്ടുള്ളവരുമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും എവിടെയോ ഒരിടത്ത് വായിച്ചത് ഓർക്കുന്നു. റെഡ് മാർട്ടിയേഴ്സ് തന്നെ 3 തരമുണ്ടെന്ന് വായിച്ചത് എവിടെയോ ഓർക്കുന്നുണ്ട്. റെഡ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു, വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു, ഗ്രീൻ മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു. അതിലെ ഈ പിതാക്കന്മാരെയൊക്കെ നമുക്ക് ഗ്രീൻ മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടാവുന്നതാണ് എന്ന് നിരീക്ഷിക്കുന്നതിൽ പെശകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വൈദിക സെമിനാരിയാണ്. വലുതൊക്കെ വിളിച്ചു പറഞ്ഞ് പിന്നെ അത് അതിനേക്കാൾ വല്ലാത്ത കുഴപ്പമുണ്ടാകണ്ട. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പെശകുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വ്യക്തിപരമായി ഒന്ന് പറയുന്നത് നല്ലതായിരുന്നു. ഈ രണ്ട് പിതാക്കന്മാരെയും വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന ഗണത്തിൽ ചേർക്കുന്നതിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ സെമിനാരിയുടെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മാർ ദിവന്നാസിയോസ് പിതാവ്, അദ്ദേഹം ഒരു വൈദികനായിരുന്നപ്പോഴും മലങ്കര സഭയുടെ വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ തക്കവണ്ണം സന്നദ്ധനായിരുന്നു. പൂർണ്ണ സമയവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതം മുഴുവനും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു പിതാവെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം കുന്നംകുളത്ത് വൈദികനായിരിക്കുമ്പോഴാണ് മൈസൂരിൽ നിന്ന് വരുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ പടയോട്ടക്കാരൻ ചില ദേവാലയങ്ങളെ തീവെച്ച് നശിപ്പിക്കുന്ന സന്ദർഭം വന്നപ്പോഴാണ് പുലിക്കോട്ടിൽ ഈ ജോസഫ് അച്ഛൻ്റെ നെഞ്ചു വിരിച്ച് അതിനെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടെടുക്കുന്നത്. വിശ്വാസികളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ജീവത്യാഗം ചെയ്യാൻ വരെ അദ്ദേഹം സന്നദ്ധമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു സ്വന്തം ജീവൻ രക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ദേവാലയം നശിപ്പിക്കപ്പെടാതിരിക്കണം, ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കണം, സഭയ്ക്ക് ആപത്തുകൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യബോധം. അവിടെ സ്വന്തം ജീവൻ എന്നുള്ളത് വിഷയമേ അല്ല. ഇപ്പോഴത്തെ ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം എന്ന് പറയുന്നത് പിന്നീട് പുതുക്കി പണിതാണ്. ടിപ്പു സുൽത്താൻ തീ വെക്കുന്ന കാലഘട്ടത്തിൽ അത് ഓലമേഞ്ഞ ഒരു കെട്ടിടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വൈദികനായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി എന്ന് പറയുന്നത് മലങ്കര സഭയുടെ അഭിമാനവും മലങ്കര സഭയുടെ കെട്ടുപണിക്കാരനും വിശ്വാസത്തിന്റെ സംരക്ഷകനുമാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അത് വായിച്ച് ലേഖനത്തിലൂടെയുള്ള
ഒരു പ്രസ്താവനയല്ല, അത് സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. അനേക സാക്ഷ്യങ്ങൾ അതിനുണ്ട്, ചരിത്ര സ്മാരകമായിട്ട് തന്നെ. ഇപ്രകാരമുള്ള ഒരു സെമിനാരി ഇവിടെ സ്ഥാപിക്കുവാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ സെമിനാരി എന്ന് പറയുന്നത് മലങ്കര സഭയുടെ തറവാടാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു വിചാരങ്ങൾ എന്ന് പറയുന്നത് മലങ്കര സഭയുടെ രാജധാനിയിലേക്ക് ഞാൻ കടന്നു വരുന്നു എന്നുള്ളൊരു വികാരം എപ്പോഴും നമുക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. കാരണം അത്രയും കുലീനത്വവും ആഭിജാത്യവും പഴക്കവും ആ എല്ലാ മഹത്വവും നിറഞ്ഞ ഒരു കെട്ടിട സമുച്ചയവും ആരാധനയുടെ ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു ആധ്യാത്മിക തേജസ് തുളുമ്പുന്ന ഒരിടം, ഇത്രയും ഒരു കുളിർമ, ആധ്യാത്മികമായി കുളിർമ തരുന്ന മറ്റൊരിടം മലങ്കര സഭയിൽ ഇല്ലെന്നാണ് എൻ്റെ അവകാശവാദം. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിൽ നാം കാണുന്നത് മലങ്കര സഭയെ നാളെ എങ്ങനെ വളർത്തി വലുതാക്കണം എന്നുള്ള വികാരമാണ്. അതിനുവേണ്ടി അധ്വാനിക്കാൻ അദ്ദേഹം സന്നദ്ധനാണ്. ജീവത്യാഗം ചെയ്യാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹം മേൽപ്പട്ടക്കാരനായിട്ട് ജീവിച്ചത് 1 വർഷവും 8 മാസവും 3 ദിവസവുമാണ്. മേൽപ്പട്ടക്കാരനാകുക എന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ആ സ്ഥാനത്ത് എത്തിച്ചേരാമായിരുന്നു എന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഈ സെമിനാരിയുടെ നടത്തിപ്പിന് ആവശ്യമായ ഗവൺമെന്റിൽ നിക്ഷേപിച്ച ധനത്തിന്റെ പലിശ വാങ്ങുവാൻ ഒരു നാട്ടുമെത്രാന് മാത്രമേ അധികാരമുള്ളൂ എന്ന ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ആ പൈസ നഷ്ടപ്പെടാതിരിക്കണം, ആ പണം ഈ സെമിനാരിയുടെ വളർച്ചയ്ക്ക് വേണം എന്ന ഒരു ആവശ്യം വന്നപ്പോഴാണ് അദ്ദേഹം ഈ മേൽപ്പെട്ട സ്ഥാനം എന്നൊരാശയം തന്നെ ഉണ്ടാകുന്നത്. അത് അങ്ങനെ ചെയ്യുന്നതാണ് ഈ സെമിനാരിയുടെ നടത്തിപ്പിന് പ്രയോജനം എന്ന് കണ്ടപ്പോഴാണ് അവസാന കാലഘട്ടത്തിലെ അദ്ദേഹം ഈ മേൽപ്പെട്ട സ്ഥാനം ഏൽക്കാൻ തയ്യാറാകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാലം ചെയ്ത അച്ഛൻ എന്നാണ്. കാരണവന്മാരൊക്കെ ഇപ്പോഴും ആ പേര് പറയുമ്പോഴേ അവർക്ക് മനസ്സിലാകുള്ളൂ. കാലം ചെയ്ത അച്ഛൻ, അച്ഛന്മാർ കാലം ചെയ്യുന്നു എന്ന് നമ്മുടെ ഇടയിൽ പറയാറില്ല. ഞാൻ പറഞ്ഞത് ഈ ചുരുങ്ങിയ വേളയിൽ അതിനു മുൻപ് അദ്ദേഹം പ്രവർത്തിച്ചത് ഈ മലങ്കര സഭയുടെ ഒരു ശില്പി എന്ന് പറയാവുന്ന വിധത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് തച്ച് ശാസ്ത്രം അറിയാമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ പഴയ സെമിനാരിയുടെ 4 കെട്ടും ഈ കെട്ടിട സമുച്ചയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വാസ്തുശില്പ ചിന്തയിലൂടെ രൂപം കൊണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയാൻ കാരണം ഇതിന്റെ ഒരു ട്രിപ്ലിക്കായാണ് തൊഴിയൂർ സഭയുടെ ആസ്ഥാന കേന്ദ്രം. തൊഴിയൂർ സഭ ഉണ്ടാകുന്നതിലും ഈ തിരുമേനി ഏറെ പ്രയത്നിച്ചിട്ടുണ്ടെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അറിയാനൊക്കും. അവിടുത്തെ ആസ്ഥാന കേന്ദ്രവും ഈ 4 കെട്ട് തന്നെയാണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4 കെട്ടിന്റെ കിഴക്ക് വശത്താണ് ഇവിടെ ചാപ്പലെങ്കിൽ 4 കെട്ടിന്റെ തെക്ക് വശത്താണ് അവിടുത്തെ ചാപ്പൽ. അത്രേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞത് സ്വന്തം ജീവൻ മുഴുവനും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും തട്ടുകളിലും മലങ്കര സഭ മലങ്കര സഭ മലങ്കര സഭ ഈ ഒരു വികാരം അദ്ദേഹത്തിൽ അതിശക്തമായിട്ട് നിലനിന്നിരുന്നു. അതിനുവേണ്ടി ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ചു, ഞെരുക്കങ്ങൾ അനുഭവിച്ചു, മിഷണറിമാരെ സ്വാധീനിച്ചു. അതേ സമയം തന്നെ മിഷണറിമാരെ എതിർക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒരുപോലെ ചെയ്യുമായിരുന്നു. കാരണം മിഷണറിമാരെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്. അധികം സ്നേഹിച്ചാൽ അവർ നമ്മുടെ വിശ്വാസത്തെ തകർക്കും, അല്പം ആദരിക്കാതിരുന്നാൽ പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് പുലിക്കോട്ടിൽ 1-ാം തിരുമേനി സഞ്ചരിച്ചത് എന്ന് പറയുന്നതല്ലേ ശരി? തിരുമേനി സ്വാധീനിച്ചത് കൊണ്ടല്ലേ, ഗവൺമെന്റിന്റെയും മിഷണറിമാരുടെയും സ്വാധീനം കൊണ്ടല്ലേ ഇത്ര വിസ്തൃതിയുള്ള ഒരു പുരയിടം പതിച്ച് കിട്ടുന്നത്? അതേസമയം തന്നെ അവരെ ഇവിടെ കൂടുതൽ നമ്മുടെ സഭയെ അട്ടിമറിക്കാതിരിക്കാൻ, സഭയുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണമുള്ള പ്രതിരോധവും ഒരുപോലെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം.
അതുകൊണ്ട് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്, അത് തച്ചുശാസ്ത്രം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, വൈദ്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, തുന്നൽ പണി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതൊക്കെ പഴയ പിതാക്കന്മാരൊക്കെ ഒരു ജീവിതത്തിന്റെ സ്വയം പര്യാപ്തത സ്വയം നിർവഹിക്കുന്നതിൽ അവരെ വളരെ സമർത്ഥരായിരുന്നു. ഇന്നൊരു സൂചി നൂലും കൊടുത്താല്, ഇപ്പൊ എൻ്റെ ഒരു കാപ്പയുടെ ഒരു ബട്ടൺസ് പോയിട്ട് അത് തുന്നാൻ ഞാൻ എമ്മാച്ചോണ്ട് പറഞ്ഞു അവിടെ തയ്യൽക്കാരനെ പിടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിരിക്കുന്ന കാലം. കാരണം സ്വയം പര്യാപ്തതയിലൂടെ, അധ്വാനത്തിലൂടെ ജീവിതം മുഴുവനും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെക്കുന്ന ഒരു നിലപാട്, ഇത് പഴയ പിതാക്കന്മാരുടെ ഒക്കെ പൊതു ജീവിത ശൈലി തന്നെയാണ്. അതേസമയം ദൈവത്തിൽ ആശ്രയിക്കുകയും ഇതുപോലുള്ള അപകടകരമായ വഴികളിലൂടെ സഞ്ചരിച്ച് മലങ്കര സഭയ്ക്ക് എല്ലാ തലത്തിലുള്ള നേതൃത്വവും സുരക്ഷിതത്വവും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ഭാവിക്ക് കോട്ടം വരാത്ത സംവിധാനങ്ങളും ഒക്കെ കെട്ടിപ്പടുത്തിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ ഇപ്പോഴും നമ്മുടെ മനസ്സിലെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു പിതാവാണ് ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. ഇന്നലെ ബഹുമാനപ്പെട്ട പനക്കാമറ്റം അച്ഛൻ്റെ പ്രസംഗം കേട്ടവർക്ക് തിരുമേനി ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് തോന്നാനിടയുണ്ടായി എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വ പദവിയിലെ ഒരു ചെറിയ ആ ഗണത്തിൽപ്പെടാൻ എനിക്കും ഇടയായിട്ടുണ്ട്. അതൊക്കെ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ആ ശിഷ്യഗണങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുള്ളതും ഗ്രഹിക്കുന്നതും. അദ്ദേഹത്തിന്റെ വിചാരങ്ങളും പ്രവർത്തന ശൈലികളും അതിരുകളില്ലാത്തതാണ്. നമുക്കൊന്നും അദ്ദേഹത്തിന്റെ ചിന്താശക്തിയെ, ചിന്തയുടെ ചക്രവാളത്തിന്റെ അതിരെ അന്വേഷിക്കാൻ പോകുന്നത് അപകടമാണ്. അവിടെയൊന്നും നമുക്ക് ഒരു പിടിയും കിട്ടുകയില്ല. അതുപോലെയുള്ള ഒരു പിതാവ്, അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നില്ല. തൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു തലമുറ ഈ വൈദിക സെമിനാരിയെയും സഭയെയും നയിക്കത്തക്കവണ്ണം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് കുറേ ശിഷ്യഗണത്തിൽപ്പെട്ടവരെ അദ്ദേഹം വളർത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നിര തന്നെ പിന്നീട് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ വൈദിക സെമിനാരി വളരെ പ്രസിദ്ധമായൊരു നല്ല ഫാക്കൽറ്റി എന്ന് മറ്റുള്ളവർ സാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചില ശൈലിയും അദ്ദേഹത്തിന്റെ ചില സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണെന്നാണ് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പലരെയും ആ വിധത്തില് ഒരു കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ, അല്പം വകതിരിവ് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വകതിരിവില്ലാത്തവരെ അദ്ദേഹം അധികമൊന്നും ഉയർത്തുകയോ അല്ലെങ്കിൽ ആ വഴിക്കൊന്നും വിട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായിരുന്നാലും താൻ ഒരു പിൻതലമുറയെ കെട്ടിപ്പടുത്ത പിതാക്കന്മാരിൽ ഒരാളാണ്. ഈ മലങ്കര സഭയെ ആകാശത്തോളം വാനത്തോളം പ്രസിദ്ധമാക്കി ലോകം മുഴുവനും ഈ സഭയുടെ സഭയെക്കുറിച്ചുള്ള ചിന്തകളും ഈ സഭയുടെ അസ്തിത്വവും വ്യാപിപ്പിച്ച ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മലങ്കര സഭ എന്നുള്ള ഇതിനേക്കാൾ ഉപരിയായി ഒരു വിശ്വ മാനവികത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതിനെ രാഷ്ട്രീയ മതപരമായ ഒരു വേർതിരിവുമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മഹാപണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന നിരീശ്വരന്മാര് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആശയങ്ങൾ ചോദിച്ച് ഉപദേശങ്ങൾ ചോദിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങളിലുള്ള മഹാപണ്ഡിതന്മാരുമായുള്ള തിരുമേനിയുടെ സൗഹൃദവും അത് അവരെ അറിയാനും അവരെ അറിയിക്കാനുമുള്ള ഒത്തിരി ചിന്തകളും ഒത്തിരി ആശയങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നമുക്കിപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. പിൻതലമുറ കാലം കഴിയുമ്പോഴെങ്കിലും ഗ്രഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ചിന്തിച്ച ചില ചിന്തകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിന് കടിച്ചാൽ പൊട്ടാത്ത വിധത്തിൽ കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ ഇനിയും വികസിച്ചു വരേണ്ടതാണ്. അങ്ങനെയുള്ള രണ്ട് പിതാക്കന്മാരെ ദൈവം കാലാകാലഘട്ടത്തിലെ എഴുന്നേൽപ്പിക്കുന്ന വരദാനങ്ങളാണ് ഈ പിതാക്കന്മാരൊക്കെ. പ്രത്യേകിച്ച് ഈ ജോസഫ് മാർ ദിവന്നാസിയോസ്,
അതായത് ഒന്നാമൻ തിരുമേനിയും കുടുംബത്തിലെ ഒന്നാമൻ തിരുമേനിയും ദിവന്നാസിയോസ് പരമ്പരകളിൽ രണ്ടാമൻ എന്ന് വിളിക്കപ്പെടുന്ന സെമിനാരി സ്ഥാപകനായ പിതാവും അതുപോലെ തന്നെ ഈ ഡോക്ടർ പൗലൂസ് മാർ ഗീഗോറിയോസ് തിരുമേനിയും ഇവരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് മാതൃകകൾ, സംഭാവനകൾ അമൂല്യങ്ങളാണ്. അത് നാം പരമാവധി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി യാതൊരു വിധത്തിലും അതിൽ നിന്ന് പുറകോട്ട് പോകാത്ത ഒരു ജീവിതശൈലി നമുക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആ വന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് മധ്യസ്ഥതയും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനുതുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. മനോലം വാദമുല്ലോലം വൽമീനമേ. മരണമടഞ്ഞൊരു ദാസരനിൻ ജീവാസുരമതുണർത്തണമേ. കബറിനുധ്യാനത്തിന സ്തോമൻ കാലോസ് കുറിയേലായിസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ പേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ചടിയണം നിന്നെ നോക്കുന്നവരിൽ കാന്തി പാർക്കുമോ. മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ. മുകിലഴകിൻ മേലാഘോഷിതനായിടുന്നു നയവാൻമാർത്തൻ മുൻകൊമ്പിൻ നാദം കേട്ട് അങ്കിയണിഞ്ഞതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാഹെ മേലൈനു ആധാരേ. മരമാതിനുയരെ കർത്താവേ, കള്ളന് കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ബാറക്കുമോർ, ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കും എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമെഴും രക്ത
രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാ താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. തവ രക്തങ്ങൾ ഉൾക്കൊണ്ടു ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്മേ രക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ നാഥ ചേർക്കരുതേ. ബാർക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ. ആമേൻ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയരേകിയ നാഥ വന്ദിക്കും നടിയാ. സത്യം കാക്കുന്നോ ഉത്തമ വിധിനാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. നിന്മേ രക്തങ്ങൾ ഞങ്ങൾക്കച്ചാരം തന്നതിനാൽ വിധിയിൽ അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയരേകിയ നാഥ വന്ദിക്കും നടിയാ. സത്യം കാക്കുന്നോ ഉത്തമ വിധിനാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. ഗംഗളിലവയെ നിക്ഷേപിക്കുകയാൽ ഉയരേകിയ നാഥ വന്ദിക്കും നടിയാ. സത്യം കാക്കുന്നോ ഉത്തമ വിധിനാഥ കടമെല്ലാം പോക്കി വിധി
വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. അട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നതിനും ഞങ്ങളുടെ ഉയർപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനും ആ ദൈവപുത്ര പാപപരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാത്തല്ലാത്ത നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുവൻപാകിയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെട്ടതും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിനൊക്കെയാണ് ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചു എന്നതായി നിശ്ചിത ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്നതായി പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനരക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സസ്യാഭോജനത്തിൽ പതിവായിട്ടുള്ള വാകളെ, നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന്റെ അർഹങ്ങളാക്കി തീർത്താം ആ നിന്റെ കൃപയും ആ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ
നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മശിഹാ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വയ്ക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീൻ. ആമീൻ. ബാരേക്കുമോ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്ത്യ. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപത് യാക്കിനർ കോറൂയന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നു. മാനുഷനന്ദനായോരുടയോൻ ശ്രേഷ്ഠാചാര്യർ സഭയെ സേവിച്ച ജപാലകരായി ഉലകം വിട്ടോ മോർദീവന്നാസ്യോസ് മോർഗിഗോറിയോസ് എന്നിവരെ ഓർക്കണമേ നിൻ വാനവബലിയിൽ. സവിതേ ദൈവികകാന്തിയേഴും സുധവാസകാരേ ഇന്നാൾ സ്മൃതരാമീ ശ്രേഷ്ഠാചാര്യരേ ആമോദാൽ പാർപ്പിക്കുക പാവനനാഥ. കടപരിഹാരം നാഥ നീ ഏക. കുറവുകൾ പോക്കുക മശിഹാ സൂനോ. നാഥ വിമലാത്മാവ ദേവാ പാപം പോക്കി മുഖകാന്തിയദേക. സേലോൻ ബസ്ലോമോ ആഹായ് ഹാബിബാന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന് പാപപരിഹാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോകുവേൻ. സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റോഷ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും മഹാഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയായിക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. കർത്താവിന്റെ കൃപ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക.